എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ ചൊറിയരുത്, ഇൻഫെക്ഷൻ വരുമെന്ന്? മൊത്തം കുടുംബം ഇരിക്കുന്നുണ്ട്. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ഒരു അറ്റൻഡന്റ് മതിയെന്ന്? ശരി, പോവൂ ഇവിടെ നിന്ന്, പോവൂ. കേൾക്കുക പോലുമില്ല. പേഷ്യന്റ് എപ്പോഴാ വിശ്രമിക്കുക? ഇത് നോക്ക്, കാല് മൊത്തം ഒടിഞ്ഞു. എടോ, ബൈക്ക് എന്തിനാ ഇത്രയും വേഗത്തിൽ ഓടിക്കുന്നത്? ജീവനിൽ കൊതിയില്ലേ? സിസ്റ്റർ, അത് ജോലി കിട്ടിയതിന്റെ ആദ്യ ദിവസം ശരി ശരി, 3 കാര്യങ്ങളുണ്ട്. ഈ കാല് നീട്ടി വെക്കണം, സ്ട്രെയിറ്റ്. പിന്നെ ഭക്ഷണം മുഴുവനും കഴിക്കണം. രാത്രി ശരിയായി ഉറങ്ങണം. മനസ്സിലായോ? ഇവര് നേഴ്സാണോ അതോ ജയിലറോ? സിസ്റ്റർ മാർത്ത ഇവിടുത്തെ ഹെഡ് നേഴ്സാണ്. പിന്നെ വളരെ സ്വീറ്റ് ആണ് മാഡം. സ്വീറ്റ് ആണെന്നോ? ഫോൺ ഉപയോഗിക്കരുത്. കാല് ചൊറിയരുത്. മുഴുവൻ കഴിച്ചു തീർക്കണം. അങ്കിൾ, അടുത്തുള്ള രോഗിയെ ശല്യം ചെയ്യരുത്. അമ്മയെ ഫോൺ ചെയ്ത് വിളിച്ചാൽ എന്താ? നാളെ വരാൻ പറയും. വിളിക്കാൻ പറ്റില്ല. അമ്മ ദൂരെയാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക് മറ്റൊരു നഗരത്തിൽ. എന്റെ ഈ അവസ്ഥ അമ്മയെങ്ങാൻ അറിഞ്ഞു. ശരി ശരി, ഉറങ്ങിക്കോ. കുട്ടിക്കാലത്ത് എനിക്ക് അസുഖം വരുമ്പോഴുണ്ടല്ലോ, അമ്മ സ്വന്തം കൈകൊണ്ട് സ്പെഷ്യൽ കിച്ചടി ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മയുടെ കൈകൊണ്ടുള്ള ആ കിച്ചടി മരുന്നിന്റെ ഫലം ചെയ്യുമായിരുന്നു. ഓ ശരി, ഇനി ഉറങ്ങിക്കോ. വളരെ നന്ദിയുണ്ട് സിസ്റ്റർ. ശരിക്കും അമ്മയുടേതുപോലുള്ള കിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്ദി എന്നോടല്ല, മാർത്ത മാഡത്തിനോട് പറയേ. അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ കിച്ചടി. പക്ഷേ ഈ മാർത്ത മാഡം എന്താ എപ്പോഴും ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കുന്നത്? അതാണല്ലോ കാര്യം. ഞങ്ങൾ നേഴ്സുമാരുടെ ശകാരമാണ് കാണപ്പെടുന്നത്. എന്നാൽ ആ ശകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആദ്യ ചിലപ്പോഴൊക്കെ കാണാതെ പോകുന്നു. ഞങ്ങളുടെ മാർത്ത മാഡം അവർ ഇങ്ങനെയാണ്. സംസാരത്തിൽ കാർക്കശ്യം, പക്ഷെ മനസ്സുകൊണ്ട് മൃദുലം. മുഴുവൻ ഫിനിഷ് ചെയ്യണം. പുറമേ കാർക്കശ്യം, എന്നാൽ അകമേ മൃദുലം. അതിൽ ഒളിഞ്ഞിരിക്കുന്നു അമ്മയെപ്പോലെ ശാന്തതയും. മാൻകൈൻഡ് ഫാർമ എല്ലാ നഴ്സുമാർക്കും ആശംസിക്കുന്നു ഒരു ഹാപ്പി നേഴ്സ് ഡേ.